എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 46ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 46 ദിവസം എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ 50ാമത്തെ വീഡിയോ ഉടൻ വരും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം. അതായത് പറ്റുകയാണെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് അയച്ചു തരിക. വേറെ ആർക്കും ഷെയർ ചെയ്യാതെ എനിക്ക് തന്നെ അയച്ചു തരിക. നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ ഉപകാരപ്പെട്ടു, അതുപോലെ ഈ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അതും അയച്ചു തരണം. ഒരു കാര്യം കൂടെ പറയുന്നു, നിങ്ങൾ വീഡിയോ അയച്ചു തരുമ്പോൾ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ. എല്ലാവരോടും പറയുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും പാടില്ല. ചാനലിൽ ഇടും, നമ്മുടെ ചാനലിൽ നിങ്ങളുടെ അഭിപ്രായം ഇടും. അപ്പോൾ സ്വന്തം മുഖം കാണുന്നത് മോശമാണെന്നൊന്നും കരുതരുത് കേട്ടോ. കാരണം ഇത്ര പേര് സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ആഗ്രഹിക്കുന്നത്. പറ്റുന്നവരെ അയച്ചു തരിക. നല്ലൊരു വീഡിയോയ്ക്ക് ചെറിയ സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓൺലി ഇഫ്, എങ്കിൽ മാത്രം എന്നാണ് അർത്ഥം. ഓൺലി ഇഫിന്റെ അർത്ഥം എങ്കിൽ മാത്രം. ഇത് നമ്മുടെ സബോർഡിനേറ്റീവ് കൺജങ്ഷനിൽ ഏറ്റവും സ്ട്രോങ് ആയ ഡിസിഷൻ ആണ്. ഏറ്റവും സ്ട്രോങ് ആണ് ഇതിൽ. എങ്കിൽ മാത്രം, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓൺലി ഇഫ് വരുന്ന വരിയിൽ ഒരിക്കലും വില്ല്, ഷാല്, വുഡ് ഒന്നും വരില്ല. അതുപോലെ തന്നെ ഓൺലി ഇഫ് 2 ഇതിലുണ്ട്. വാചകം തുടങ്ങുമ്പോൾ ഓൺലി ഇഫ് വയ്ക്കുന്നതുണ്ട്, അല്ലെങ്കിൽ വാചകത്തിന് നടുക്കും വരുന്നുണ്ട്. വാചകം തുടങ്ങുമ്പോൾ ഓൺലി ഇഫ് വയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ വാചകം കഴിഞ്ഞിട്ട് കോമ ഇടണം. അതിനുശേഷമാണ് രണ്ടാമത്തെ വാചകം വരുന്നത്. ഓൺലി ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഓൺലി ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നീ പഠിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ. നീ പഠിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ. ഓൺലി ഇഫ് യു സ്റ്റഡി and comma you will pass. Only if you had called I would have come. Only if you had called I would have come. നീ വിളിച്ചിരുന്നെങ്കിൽ മാത്രമേ ഞാൻ വരുമായിരുന്നുള്ളൂ. ഓൺലി ഇഫ് നടുവിൽ വരികയാണെങ്കിൽ ആദ്യത്തെ വാചകം കഴിഞ്ഞ് ഓൺലി ഇഫ്, പിന്നെ രണ്ടാമത്തെ വാചകം, കോമ വേണ്ട. ഇനി ഓൺലി ഇഫ് നടുക്ക് വന്നാൽ എന്താണെന്ന് നോക്കാം. യു ക്യാൻ എൻറ്റർ ഓൺലി ഇഫ് യു ഹാവ് പാസ്. യു ക്യാൻ എൻറ്റർ ഓൺലി ഇഫ് യു ഹാവ് പാസ്. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ഐ വിൽ ടെൽ യു ദ സീക്രട്ട് ഓൺലി ഇഫ് യു പ്രോമിസ്. I will tell you a secret only if you promise. നീ വാക്ക് തന്നാൽ മാത്രമേ ഞാൻ നിന്നോട് രഹസ്യം പറയുകയുള്ളൂ. അല്ലെങ്കിൽ നീ മറ്റാരുടെയും പറഞ്ഞല്ല. അപ്പം അത് കണ്ടീഷനാണ്. നീ ഈ വാക്ക് തന്നാൽ നിന്നോട് ഞാൻ രഹസ്യം പറയാം. He will get angry only if you lie to him. ഓൺലി ഇഫ് യു ലൈ ടു ഹിം. നീ അവനോട് നുണ പറഞ്ഞാൽ മാത്രമേ അവന് ദേഷ്യം വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓൺലി ഇഫ് ആണ്. ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് കണ്ടീഷനാണ്. ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ലാത്ത കണ്ടീഷനാണ്. അപ്പോൾ അത് എല്ലാവരും പഠിക്കുക. പിന്നെ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് തന്നാൽ നമ്മളത് യൂട്യൂബിൽ ഇടാം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത്. ഇനി എന്തെങ്കിലും സജഷൻ, വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും എന്നോട് പറയാം. സാറേ ഞാൻ ഇന്ന കാരണോട് വീഡിയോ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ലതാണ്. എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.